പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ സന്ദേശം ചിത്രരചനയിലൂടെ ലോകത്തിന് നൽകുകയാണ് കൊച്ചിയിലെ ഒരു കൊച്ചുമിടുക്കി. പ്ലാസ്റ്റിക് കുപ്പികൾ റീസൈക്കിൾ ചെയ്ത് തുണിയാക്കി മാറ്റി ആ തുണിയിലാണ് ഈ 11ാം ക്ലാസ്സുകാരിയുടെ ചിത്രരചന. പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ പാഠങ്ങൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുക കൂടിയാണ് 11ാം ക്ലാസ് വിദ്യാർത്ഥി വന്ദന ശ്രീനിവാസ്. പ്ലാസ്റ്റിക് കുപ്പികൾ സംസ്കരിച്ച് തുണിയാക്കി മാറ്റി ആ തുണിയിൽ ചിത്രം വരയ്ക്കുകയാണ് ഈ 16-കാരിയുടെ വിനോദം. ബ്രഹ്മപുരം മാലിന്യ പ്രശ്നത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു ആശയം ലഭിച്ചതെന്ന് വന്ദന പറയുന്നു. During Brahmapuram incident, I got to know how serious this plastic pollutions are. Since plastic are non-biodegradable and pollute our oceans and wildlife, that's when I started doing this paintings that are made of recycled plastics. തമിഴ്നാട്ടിലെ കലൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിൽ നിന്നാണ് കുപ്പിയിൽ നിന്ന് സംസ്കരിച്ചെടുത്ത തുണി വാങ്ങുന്നത്. പിന്നീട് അവ ക്യാൻവാസ് ആക്കി ഇഷ്ടമുള്ള ആളുകളുടെ ചിത്രങ്ങൾ വരയ്ക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇന്ത്യയിലെ വ്യാവസായിക പ്രമുഖർ കലൈഞ്ചർ എം കരുണാനിധി, MK സ്റ്റാലിൻ, ഉദയനിധി സ്റ്റാലിൻ എന്നിവരുടെ ചിത്രങ്ങൾ വെച്ച് ഒരു സീരീസും വന്ദന ചെയ്തിരുന്നു. കോവിഡ് കാലത്ത് തുടങ്ങിയ ചിത്രരചന പിന്നീട് സാമൂഹിക സന്ദേശം നൽകാനുള്ള ഉപാധിയാക്കി മാറ്റുകയായിരുന്നു വന്ദന. പ്രശസ്തരായ ആളുകളുടെ ചിത്രങ്ങൾ തുണിയിൽ വരച്ച് അവർക്ക് സമ്മാനിക്കും. തന്നെക്കാൾ കൂടുതൽ പൊതുജനങ്ങളിലേക്ക് ആ സന്ദേശങ്ങൾ നേരിട്ടെത്തിക്കാൻ അവർക്കാണ് കഴിയുക എന്നാണ് വന്ദനയുടെ പക്ഷം. I drew these people because they are the one who can reach more people and convey this message. തൻ്റെ മകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ സാമൂഹ്യ മാറ്റത്തിന്റെ ഭാഗമാകുന്നു എന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് വന്ദനയ്ക്ക് ആശയങ്ങൾ പകർന്നു നൽകുന്ന മാതാപിതാക്കളും പറയുന്നു. We feel so happy that she is able to reach these people by her paintings. അല്ലെങ്കിൽ നമുക്ക് ഇവരൊക്കെ കാണാൻ പോസിബിലിറ്റി ഇല്ല, റീച്ച് ചെയ്യാൻ അത്ര ഈസി അല്ല. അപ്പോൾ ത്രൂ ഹെർ വർക്ക് ഷീ ഈസ് ഏബിൾ ടു അച്ചീവ് ഓൾ ദിസ് ആൻഡ് ആസ് വെൽ ആസ് ഷീ ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് വർക്ക് ഫോർ ദ സൊസൈറ്റി. രാഷ്ട്രപതിയും കരസേനാ മേധാവിയും ഉൾപ്പെടെ നിരവധി പേരാണ് വന്ദനയുടെ കഴിവുകൾക്ക് പ്രോത്സാഹനവും ആശംസകളൊക്കെ നേർന്നിട്ടുള്ളത്. ചിത്രരചനയിൽ മാത്രമല്ല, പഠനത്തിലും വന്ദന മിടുമിടുക്കിയാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടെത്താൻ മാത്രമല്ല, നേത്രദാനത്തിന്റെ പ്രാധാന്യം ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ക്യാമ്പയിനിലാണ് ഇപ്പോൾ വന്ദന. പ്ലാസ്റ്റിക് ഉപയോഗ നിയന്ത്രണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ചിത്രരചനയുടെ സമൂഹത്തോട് സംവദിക്കുകയാണ് ഈ കൗമാരക്കാരി. സാമൂഹ്യ പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ തന്റെ കഴിവുകളെ തന്നെയാണ് ഈ കൊച്ചുമിടുക്കി ഉപയോഗപ്പെടുത്തുന്നത്. ക്യാമറാമാൻ CP ഇന്ദ്രജിത്തിനൊപ്പം ഇർഫാൻ ഇബ്രാഹിം സെറ്റ്, ന്യൂസ് മലയാളം, കൊച്ചി.